എല്ലാ കണ്ണുകളും ഇന്ന് സുപ്രീം കോടതിയിലേക്കാണ്. സുപ്രീം കോടതി ഇന്ന് സുപ്രധാനമായ ഒരു ഹർജി പരിഗണിക്കുന്നു. പശ്ചിമ ബംഗാളിൽ നിരന്തരം നടന്നു വരുന്ന വേട്ടയ്ക്കെതിരെ, ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ഉള്ള ഒരു ഹർജിയാണ്. ഈ ഹർജിയിൽ പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാണ് ഈ ഹർജി ആവശ്യപ്പെടുന്നത്. ദേവദത്ത മാജിയും മണി മുജ്ജലും ആണ് ഈ ഹർജിക്കാർ. ഈ ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസുമാരായ ഭൂഷൺ ആർ ഗവായും AG കാസിംഗും അടങ്ങിയ ബെഞ്ചാണ്. ഇതിൽ 2022 മുതൽ 2025 വരെ ഹിന്ദുക്കൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ അക്കമിട്ട് തന്നെ മാജിയും മുജ്ജലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏപ്രിൽ 6 കൊൽക്കത്തയിൽ രാമനവമി ഘോഷയാത്രയ്ക്കും ബിർഭൂമിയിൽ ഹോളി ഘോഷയാത്രയ്ക്കും നേരെ വലിയ രീതിയിൽ തന്നെ ആക്രമണമുണ്ടായി. ഒപ്പം തന്നെ സന്ദേശ് ഖാലിയിൽ രാജ്യം തന്നെ ഞെട്ടിത്തരിച്ച വലിയ ബലാത്സംഗം നടക്കുകയുണ്ട്. അങ്ങനെ പശ്ചിമ ബംഗാളിലെ ക്രമസമാധാന നില തകർത്ത് തരിപ്പണമാക്കിയ സംഭവങ്ങളെല്ലാം തന്നെ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും ഹർജിയിൽ എന്താകും വിധി എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കാരണം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ് പശ്ചിമ ബംഗാളിലെ ക്രമസമാധാന നില. ആ ഒരു അവസരത്തിൽ ഏത് തരത്തിലുള്ളൊരു വിധിയാകും ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുക എന്നുള്ള ഒരു വാർത്തയ്ക്കായി മാധ്യമങ്ങളും കാത്തിരിക്കുന്നു. ഇതിനിടയിൽ പശ്ചിമ ബംഗാളിലേക്ക് കൂടുതൽ സേനയെ ഇപ്പോൾ കേന്ദ്രം വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഈ ഒരു വിധി അനുകൂലമല്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കലാപങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടാകാം. ഏതായാലും അല്പസമയത്തിനകം ഹർജി പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.